ഹലോ ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്യൂബ് ഓഫ് 1 meter side has weight 11,000 Newton in air. What will be its weight in water? അതായത് 1 meter സൈഡ് ഉള്ള ഒരു ക്യൂബിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. എയറിലുള്ള വെയിറ്റ് 11,000 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ടറിൽ എത്രയായിരിക്കും അതിന്റെ വെയിറ്റ് എന്നാണ് ചോദ്യം. നമുക്ക് ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 meter/second² തന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസിനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള തിയറി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആദ്യം പറയാം. When a body is immersed in a fluid, it experiences an upward force called buoyant force or an upthrust. അതായത് നമ്മളൊരു ബോഡി വെള്ളത്തിലേക്ക് നമ്മൾ മുക്കി വെക്കുന്ന സമയത്ത് എന്താണ് ആക്ച്വലി ഇറ്റ് എക്സ്പീരിയൻസസ് ആൻ അപ്വേർഡ് ഫോഴ്സ് കോൾഡ് buoyant force or upthrust. അതായത് അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ buoyant ഫോഴ്സ് എന്ത് ചെയ്യും, നമ്മൾ മുക്കി വെക്കുന്ന സമയത്ത് ബോഡിക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. So according to Archimedes principle, this force is equal to the weight of the fluid displaced. നമുക്കറിയാം, നമ്മൾ ഒരു ബോഡി നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി അല്ലെങ്കിൽ മുക്കി വെക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളം എന്ത് ചെയ്യും, അതിനകത്ത് നിന്ന് പുറത്തേക്ക് പോകും. അപ്പോ ഇവിടെ ആർക്കിമെഡിസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്, ഈ അപ്വേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ buoyant ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. ഇവിടെ പറയാൻ കാരണം, this upward force counteracts part of the body's actual weight and hence apparent weight, that is the weight that we are feeling in water is less than actual weight in air. അതായത് നമ്മൾ ഈ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അപ്വേർഡ് ഫോഴ്സിന്റെ എഫക്ട് അല്ലെങ്കിൽ buoyant ഫോഴ്സിന്റെ ഇഫക്ട് കൊണ്ട് ബോഡിയുടെ വാട്ടറിലുള്ള വെയിറ്റ് നമുക്ക് എന്ത് ചെയ്യും, കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഇവിടെ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്ന ടേം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ വെയിറ്റ് നമുക്ക് തോന്നുന്നത് ആ വെയിറ്റ്. The apparent weight in water is less than actual weight in air. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, in air the body's full weight acts downwards. എയറിൽ പ്രത്യേകിച്ച് buoyancy effects ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ബോഡിയുടെ ഫുൾ വെയിറ്റ് എന്ത് ചെയ്യുന്നു, നമുക്ക് താഴോട്ട് ആക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ആക്ടിങ് downwards. Whereas in the case of water, a body that is immersed in water, the buoyant force reduces the effective downward force. Okay, buoyancy effect കൊണ്ട് എന്താണ് വെയിറ്റ് കുറവാണെന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യം ചോദിച്ചിട്ടുള്ളത് എയറിൽ 11,000 ന്യൂട്ടൺ വെയിറ്റ് ചെയ്യുന്ന ഒരു ക്യൂബിന്റെ വാട്ടറിലുള്ള വെയിറ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം തന്നിട്ടുള്ളത്. സൈഡ് ഓഫ് ദ ക്യൂബ് ഈസ് ഗിവൺ ആസ് 1 meter. അപ്പൊ നമുക്കറിയാം ക്യൂബിന്റെ വോളിയം 1 meter ക്യൂബ് അല്ലെ, 1 meter ക്യൂബ്. വെയിറ്റ് ഇൻ എയർ 11,000 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G is equal to 10 meter/second². ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 kg/m³. സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് buoyant force is equal to rho into G into V, where rho is the density, G is the acceleration due to gravity and V is the volume of the ബോഡി അല്ലെങ്കിൽ വോളിയം ഓഫ് ദ ക്യൂബ്. ഇവിടെ ക്യൂബ് ആണ്, അപ്പൊ വോളിയം ഓഫ് ക്യൂബ്. അപ്പൊ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 1000 into 10 into 1 that is equal to 10,000 ന്യൂട്ടൺ എന്ന് കിട്ടും. buoyant ഫോഴ്സ് നമുക്ക് 10,000 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ തിയറി പോർഷനിൽ പറഞ്ഞ പോലെ അപ്പാരന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ വെയിറ്റ് മൈനസ് buoyant ഫോഴ്സ്. ഓക്കെ, ആക്ച്വൽ വെയിറ്റ് മൈനസ് buoyant ഫോഴ്സ്. ആക്ച്വൽ വെയിറ്റ് ആൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, നമുക്ക് എപ്പോഴും എയറിൽ ആക്ച്വൽ വെയിറ്റ് ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ വെയിറ്റ് 11,000 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആക്ച്വൽ വെയിറ്റ് 11,000 ന്യൂട്ടൺ മൈനസ് buoyant ഫോഴ്സ് എത്രയാണ്, ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 10,000 ന്യൂട്ടൺ ആണ്. സോ 11,000 മൈനസ് 10,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ന്യൂട്ടൺ. ഓക്കെ, ഇപ്പൊ 1000 ന്യൂട്ടൺ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, വാട്ട് വിൽ ബി വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ വാട്ടർ എന്നാണ് ചോദ്യം. സോ ആൻസർ വിൽ ബി 1000 ന്യൂട്ടൺ. ഓപ്ഷൻ ഡി is the correct answer. Next question, if 1 liter of a fluid
has a mass of 6.5 kilogram, then its specific gravity is, അതായത് ഒരു 1 ലിറ്റർ ഉള്ള ഒരു 1 ലിറ്റർ വോളിയം ഉള്ള ഒരു ഫ്ലൂയിഡിന്റെ മാസ് 6.5 കിലോഗ്രാം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോ ബേസിക്കലി സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി is the ratio of density of a substance to the density of water. It is a dimensionless quantity. അതായത് density of substance to density of water ആണ് എന്ത്? സ്പെസിഫിക് ഗ്രാവിറ്റി. തന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. മാസ് ഓഫ് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു 6.5 കിലോഗ്രാം, വോളിയം ഈസ് ഈക്വൽ ടു 1 ലിറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.001 മീറ്റർ ക്യൂബ്. പ്രത്യേകം ശ്രദ്ധിക്കുക, യൂണിറ്റ് കൺവേർഷൻ നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കേണ്ടതാണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1/1000 മീറ്റർ ക്യൂബ്. 1/1000 എന്ന് പറയുമ്പോൾ 0.001 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് ഇവിടെ 6.5 കിലോഗ്രാം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. വോളിയം ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 0.001 മീറ്റർ ക്യൂബ്. അപ്പൊ മീറ്റർ ക്യൂബിലുള്ള വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമ്മളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും ഡെൻസിറ്റി. ഇനി നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് divided by density of water. So density of fluid 6500 divided by density of water എത്രയാണ്? സ്റ്റാൻഡേർഡ് വാല്യൂ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സോ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 6.5 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1 ലിറ്റർ ഓഫ് ഫ്ലൂയിഡിന്റെ മാസ് 6.5 കിലോഗ്രാം ആണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 6.5 is the correct answer. Next question. In an inclined plane submerged in water, center of pressure is located. Okay, ഒരു inclined plane വെള്ളത്തിലേക്ക് മുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് പ്രഷറിന്റെ ലൊക്കേഷൻ എബവ് സെൻട്രോയിഡ് ആണോ, ബിലോ ആണോ, അറ്റ് ദ സെൻട്രോയിഡ് ആണോ, എനിവെയർ ആണോ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറി എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് is the total force exerted by a fluid at rest on a submerged surface due to pressure variation with depth. അതായത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഓൺ എ സബ്മർജ്ഡ് സർഫസ്. ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി നമ്മൾ വെള്ളത്തിനകത്തേക്ക് മുക്കി വെക്കുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് ആ ബോഡിയിലേക്ക് എക്സർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഡെപ്തിലാണോ ഈ പ്ലേറ്റ് അല്ലെങ്കിൽ ആ ബോഡി ഇറക്കി വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് വരുന്നത്. അപ്പൊ അവിടെ ഇക്വേഷൻ വരുന്നത് P is equal to rho GH, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. When a surface is submerged in a fluid, the pressure increases with depth. നമുക്കറിയാം ഇവിടെ H കൂടുന്ന സമയത്ത് പ്രഷർ എന്ത് ചെയ്യും? കൂടും. P is directly proportional to H. അപ്പൊ താഴോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും? പ്രഷർ കൂടും. Because of this variation in pressure, the resultant hydrostatic forces does not act at the centroid. Centroid എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജോമെട്രിക് സെന്റർ ഓഫ് ആൻ ഏരിയ. ഓക്കെ, അപ്പോ ഈ ഒരു പ്രഷർ ഡെപ്ത് കൂടുന്നതനുസരിച്ച് നമ്മളുടെ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്ത് വരുന്നുണ്ട്. ആ വേരിയേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൃത്യം അതിന്റെ സെൻട്രോയിഡിൽ അല്ലെങ്കിൽ ജോമെട്രിക് സെന്ററിൽ തന്നെ ആക്ട് ചെയ്ത് കൊള്ളണമെന്നില്ല. ഓക്കെ, പക്ഷെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബട്ട് അറ്റ് എ പോയിന്റ് കോൾഡ് സെന്റർ ഓഫ് പ്രഷർ. സെൻട്രോയിഡിൽ നിന്ന് മാറി സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്ന ഒരു പോയിന്റിലായിരിക്കും ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അപ്ലൈ ആവുന്നത്. ഓക്കെ, ദിസ് പോയിന്റ് ഈസ് ഓൾവേസ് ലൈസ് ഡീപ്പർ ദാൻ ദ സെൻട്രോയിഡ് ഫോർ ആൻ ഇൻക്ലൈൻഡ് ഓർ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, ഇവിടെ നമ്മുടെ ചോദ്യം ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് അല്ലെ? ഇൻ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ സബ്മർജ്ഡ് ഇൻ വാട്ടർ the center of pressure is located. അപ്പോ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിലും വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിലും ശരി, എന്താണ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈയിങ് ഡീപ്പർ ദാൻ ദ സെൻട്രോയിഡ് ഓർ ദ ജോമെട്രിക് സെന്റർ ഓഫ് ആൻ ഏരിയ ബിക്കോസ് ഓഫ് ദ വേരിയേഷൻ ഇൻ പ്രഷർ വിത്ത് ഡെപ്ത്. അപ്പോ ഇവിടെ ഉത്തരം ഇതാണ്. സെന്റർ ഓഫ് പ്രഷർ എവിടെയായിരിക്കും എന്നാണ് ചോദ്യം.
below the centroid. Below the centroid ആണ്. Option C is the correct answer. Next question. The ratio of gauge pressures between 2 points located respectively at depth 0.4 meter and 8 meter below the water level in a tank. Okay, gauge പ്രഷറിന്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് പോയിന്റ് തമ്മിലുള്ള രണ്ട് പോയിന്റ്സ് വന്നിട്ടുണ്ട്. അതായത് 0.4 മീറ്ററിലും 8 മീറ്റർ താഴെ ഒരു വാട്ടർ ടാങ്കിൽ 0.4 മീറ്റർ ഡെപ്തിലും 8 മീറ്റർ ഡെപ്തിലും രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗേജ് പ്രഷറിന്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താന്ന് നോക്കാം. ഇനി സ്റ്റാറ്റിക് ഫ്ലൂയിഡ് പ്രഷർ ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഡെപ്ത്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ്. ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത് ഡ്യൂ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് എബവ് ദ പോയിന്റ് ഓഫ് മെഷർമെന്റ്. ഏത് പോയിന്റിലാണോ നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രഷർ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻക്രീസിങ് ലീനിയർലി വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത്. അപ്പൊ ഒരു പോയിന്റിൽ പ്രഷർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിന് മുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡിന്റെ വെയിറ്റ് കാരണം എന്താണ്, ദ പ്രഷർ ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഡെപ്ത് ഡ്യൂ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് എബവ് ദ പോയിന്റ് ഓഫ് മെഷർമെന്റ്. Then we already know that gauge pressure എന്ന് പറഞ്ഞാൽ പ്രഷർ എബവ് ദി അറ്റ്മോസ്ഫിയർ. പ്രഷർ എബവ് ദി അറ്റ്മോസ്ഫിയറിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവരും ഫെമിലിയർ ആണ്. P is equal to rho GH. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടതാണ്. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. P is equal to rho GH. H എന്ന് പറയുന്നത് ഡെപ്ത്. ഇപ്പൊ ടാങ്കിന്റെ കേസിൽ ഇവിടെ എന്താണ്, ഡെപ്ത് ആണ്. P is equal to rho GH where rho is the density, G is the gravity and H is the depth. For 2 points at depth H1 is equal to 0.4 meter and H2 is equal to 8 meter. നമ്മൾ പ്രഷേഴ്സിന്റെ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും, P1 by P2 is equal to H1 by H2. Directly proportional. P1 is directly proportional to H1. P2 is directly proportional to H2. So we are taking the ratio. റേഷ്യോ എടുക്കുന്ന സമയത്ത് എന്താണ് 0.4, ഇവിടെ 0.4 ആണ്, 0.4 ആണ്. പോയിന്റ് അവിടെ വിട്ടുപോയതാണ്. ഓക്കെ, 0.4 അല്ല, 0.4. 0.4 divided by 8 that is equal to 1/20 എന്ന് വരും. 1/20 എന്ന് പറയുമ്പോൾ 1:20 റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, ഗേജ് പ്രഷർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആൻസർ option A is the correct answer. 1:20. Next question. The type of flow in which the velocity at any given time does not change with respect to space. അതായത് ഏത് തരം ഫ്ലോയിലാണ് വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം, ഏത് പർട്ടിക്കുലർ ടൈമിൽ വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല, സ്പേസിന് അനുസരിച്ച് വേരി ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഫ്ലോ ഏതാണ് താഴെ പറയുന്നതിൽ എന്നാണ് ചോദ്യം. അപ്പോ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ പരമാവധി ഓപ്ഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോരോ ഓപ്ഷൻസും എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ആൻസർ മാത്രമല്ല, ഇവിടെ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, റൊട്ടേഷണൽ എന്താണ്, സ്റ്റഡി ഫ്ലോ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരുപക്ഷെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഓപ്ഷൻസ് ഏതെങ്കിലും ആൻസർ ആയിട്ട് വരുന്ന വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, സോ ഇവിടെ ഫ്ലോ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലോ ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡ്സ് on how velocity vary with respect to time and space. Okay, velocity does not change with respect to position എന്ന് പറഞ്ഞാൽ എന്താണ്, there is no spatial variation അല്ലെ. വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് അവിടെ ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ ഇല്ല. അത്തരത്തിലുള്ള ഫ്ലോനെ നമ്മൾ പറയുന്നത് യൂണിഫോം ഫ്ലോ, where the velocity does not vary with respect to position or space. അതിനെ നമ്മൾ പറയുന്നത് യൂണിഫോം ഫ്ലോ. നെക്സ്റ്റ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് കംപ്രസിബിൾ ഫ്ലോ ആണ്. കംപ്രസിബിൾ ഫ്ലോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കംപ്രസിബിൾ ഫ്ലോ ഈസ് ദ വൺ ഇൻ വിച്ച് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ചേഞ്ചസ് സിഗ്നിഫിക്കന്റ്ലി. ഓക്കെ, ഡെൻസിറ്റി ഉള്ള ചേഞ്ച് വരുന്ന ഒരു കേസ് അല്ലെങ്കിൽ ഡെൻസിറ്റി വേരിയേഷൻ അവൈലബിൾ ഉള്ള ഒരു ഫ്ലോ ആണ് നമ്മൾ കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് സ്റ്റഡി ഫ്ലോ, where it is one in which the velocity at any point does not change with respect to time. ടൈമിനനുസരിച്ച് വെലോസിറ്റി
വേരി ചെയ്യുന്നില്ല എങ്കിൽ നമുക്കതിനെ സ്റ്റഡി ഫ്ലോ എന്ന് പറയാം. നാലാമത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത് റൊട്ടേഷണൽ ഫ്ലോ ആണ്. ഇൻ വിച്ച് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് അബൌട്ട് ദെയർ ഓൺ ആക്സിസ്. ഓരോരോ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസും അതാത് ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയും. അപ്പൊ ഓപ്ഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, യൂണിഫോം ഫ്ലോ. യൂണിഫോം ഫ്ലോ ആണ് കറക്റ്റ് ആൻസർ, വേർ ദ വെലോസിറ്റി at a given point of time does not change with respect to space. Next question. A Venturi meter is preferred to an orifice plate because എന്തുകൊണ്ടാണ് നമ്മൾ വെഞ്ചൂറി മീറ്റർ പ്രിഫർ ചെയ്യുന്നത് ഒരു ഒറിഫൈസ് പ്ലേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വെഞ്ചൂറി മീറ്റർ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്താണ് വെഞ്ചൂറി മീറ്റർ, എന്താണ് ഒറിഫൈസ് മീറ്റർ എന്നുള്ളത് നോക്കാം. A Venturi meter and an orifice meter are both used to measure discharge in pipe. നമുക്ക് എല്ലാവർക്കും അറിയാം വെഞ്ചൂറി മീറ്ററും ഒറിഫൈസ് മീറ്ററും പൈപ്പ് ഫ്ലോയിൽ ഡിസ്ചാർജ് മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് അറേഞ്ച്മെന്റ്സ് ആണ്. ഓക്കെ, രണ്ട് ഡിവൈസ് ആണ്. The key difference is how smoothly the fluid flows through them. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒറിഫൈസ് മീറ്റർ ആണെങ്കിലും വെഞ്ചൂറി മീറ്ററിലാണെങ്കിലും എങ്ങനെയാണ് അതിലൂടെ ഫ്ലൂയിഡ് എത്ര സ്മൂത്ത് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത് എന്നതാണ് മെയിൻ ആയിട്ട് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, വെഞ്ചൂറി മീറ്റർ ഹാസ് എ ഗ്രാജുവലി കൺവെർജിങ് ഡൈവേർജിങ് സെക്ഷൻ, സോ ഫ്ലൂയിഡ് ആക്സിലറേഷൻ ആൻഡ് ഡിസിലറേഷൻ ആർ സ്മൂത്ത് റിസൾട്ടിങ് ഇൻ വെരി സ്മോൾ ലോസ്. വെഞ്ചൂറി മീറ്ററിൽ ഒരു കൺവെർജിങ് ഡൈവേർജിങ് സെക്ഷൻ ആണ് വെഞ്ചൂറി മീറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് ആക്സിലറേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡിസിലറേറ്റ് ചെയ്യുമ്പോഴും എന്താണ് അത് സ്മൂത്ത് ആയിട്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു ആക്സിലറേഷനും ഡിസിലറേഷനും അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വരുന്ന ഫ്ലോ ലോസസ് എല്ലാം എന്തായിരിക്കും, കുറവായിരിക്കും, വെരി സ്മോൾ ലോസസ്. അതേസമയം an orifice meter has a sharp edged opening causing sudden contraction and turbulence which result in large energy loss. ഒറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒറിഫൈസ് പ്ലേറ്റ് ആണ്, ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പൊ അവിടേക്ക് ഫ്ലോ എത്തുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ കുറയുന്നുണ്ട്. ഫ്ലൂയിഡ് ഈസ് ഫോഴ്സ്ഡ് ടു ഫ്ലോ ത്രൂ എ സ്മോൾ ഓപ്പണിംഗ്. അതുകൊണ്ട് തന്നെ എന്താണ് സഡൻ കോൺട്രാക്ഷൻ വഴിയുള്ള ഒരു ഫ്ലോ ലോസ്, അവിടെ ഒരു ഹെഡ് ലോസ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മൂലം ഉണ്ടാകുന്ന ഒരു ടർബുലൻസ്. അപ്പൊ ഇതെല്ലാം നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. ദാറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ ലാർജ് എനർജി ലോസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് വെഞ്ചൂറി മീറ്റർ പ്രിഫർ ചെയ്യുന്നത്, ഒറിഫൈസ് പ്ലേറ്റിനെ കാട്ടി നമ്മൾ എന്തുകൊണ്ടാണ് വെഞ്ചൂറി മീറ്റർ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദ്യം. സോ ആൻസറിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ്, എനർജി ലോസ് ഈസ് ലെസ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ബാക്കിയൊന്നും ഫീസിബിൾ ആയിട്ടുള്ള ആൻസർ അല്ല. ചീപ്പർ ഒരിക്കലും വെഞ്ചൂറി മീറ്റർ ചീപ്പർ അല്ല. വെഞ്ചൂറി മീറ്റർ കോസ്റ്റ്ലി ആണ്, ഈസി ടു ഇൻസ്റ്റാൾ അതുമല്ല. ബാക്കിയെല്ലാം കൊണ്ടും ഒറിഫൈസ് പ്ലേറ്റ് ബെറ്റർ ആണെങ്കിലും എനർജി ലോസ് എന്ന് പറയുന്നത് ഒറിഫൈസ് പ്ലേറ്റിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെഞ്ചൂറി മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് പ്രിഫേർഡ് ടു ആൻ ഒറിഫൈസ് പ്ലേറ്റ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question. Hydraulic radius of a notch is equal to hydraulic radius ന്റെ അതായത് നോച്ചിന്റെ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. In fluid mechanics, hydraulic radius is a geometric parameter used to describe flow in open channels and notches. Fluid mechanics ൽ hydraulic radius എന്ന് പറയുന്നത് എന്താണ്, it is a geometric parameter mainly used in ഓപ്പൺ ചാനൽ ഫ്ലോ ആൻഡ് നോച്ചസ് ടു ഡിസ്ക്രൈബ് ദി ഫ്ലോ. ഫ്ലോ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജോമെട്രിക് പാരാമീറ്റർ ആണ്. ഇറ്റ് റെപ്രസെന്റ്സ് ഹൗ എഫിഷ്യന്റ്ലി ദ ഫ്ലോ ഏരിയ ക്യാരീസ് ഫ്ലൂയിഡ് റിലേറ്റീവ് ടു ദ വെറ്റഡ് ബൗണ്ടറി. വെറ്റഡ് ബൗണ്ടറി ബേസ് ചെയ്തുകൊണ്ട് എത്ര എഫക്റ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഫ്ലോ ഏരിയ ഫ്ലൂയിഡിനെ ക്യാരി ചെയ്യുന്നത്, ഇതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് റേഡിയസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ പി, വേർ എ ഈസ് ദ area of flow and r is the hydraulic radius, p is the wetted perimeter. Wetted perimeter എന്ന് പറഞ്ഞാൽ എന്താണ്, it is the total length of the boundary
that is in direct contact with the flowing fluid. Flowing fluid ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ടോട്ടൽ ബൗണ്ടറിയുടെ ലെങ്ത്, ടോട്ടൽ എന്താണ്, ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബൗണ്ടറിനെയാണ് നമ്മൾ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നനവ് അല്ലെ. ഡയറക്റ്റ് കോണ്ടാക്ട് ഫ്ലൂയിഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലുള്ള ടോട്ടൽ ലെങ്ത് ആണ്, ബൗണ്ടറിയുടെ ടോട്ടൽ ലെങ്തിനെയാണ് നമ്മൾ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ് എന്ത്, നമ്മളുടെ ഹൈഡ്രോളിക് റേഡിയസ്. അപ്പോ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ചെസിസ് കോൺസ്റ്റന്റ് സി ഇൻ ദ ചെസിസ് ഫോർമുല. ചെസിസ് ഫോർമുലയിൽ സി എന്ന് പറയുന്ന ചെസിസ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് തന്നിട്ടുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്, അപ്പൊ അതല്ല. മീറ്റർ പെർ സെക്കൻഡ് എന്താണ്, ആക്സലറേഷന്റെ യൂണിറ്റ് ആണ്, അതുമല്ല. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണ്, അതുമല്ല. അപ്പോ പിന്നെ ഒരു ഓപ്ഷൻ പോസിബിലിറ്റി ഉള്ളത് ഇതാണ്. ഇത് നമ്മൾ ഗസ് ചെയ്തതല്ല, ആൻസറിൽ നിന്നും നമ്മൾ ഓപ്ഷൻസിൽ നിന്നും നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ, പക്ഷെ നമ്മൾ സയന്റിഫിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം. ഇൻ ഓപ്പൺ ചാനൽ ഫ്ലോ, ചെസിസ് ഫോർമുല റിലേറ്റ്സ് വെലോസിറ്റി ഓഫ് ഫ്ലോ ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചാനൽ. വെലോസിറ്റി ഓഫ് ഫ്ലോയും ചാനലിന്റെ ക്യാരക്ടറിസ്റ്റിക്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഇത്, ചെസിസ് ഫോർമുല, which is given by V is equal to C root R into S. V is equal to C into root of RS, where V is the velocity, R is the hydraulic radius, S is the slope, C is the Chesis constant. അപ്പോൾ നമുക്ക് ഇവിടെ യൂണിറ്റ് ചെസിസ് കോൺസ്റ്റന്റ് സിയുടെ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ സി എന്ന് പറയുമ്പോൾ എന്ത് വരും, C is equal to V by root of R. ഓക്കെ, കാരണം ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ്, സ്ലോപ്പ് ആണ്. ഡയമെൻഷൻലെസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എസിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അതിന്റെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയമെൻഷൻലെസ് ആണ്. സോ സി is equal to V divided by root of R. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആറിന്റെ യൂണിറ്റ്, ആർ എന്ന് പറഞ്ഞാൽ എന്താ, ഹൈഡ്രോളിക് റേഡിയസ് ആണ്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ റൂട്ട് ഓഫ് ആർ എന്ന് പറയുമ്പോൾ മീറ്റർ റേസ് ടു 1/2. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മീറ്റർ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ പെർ സെക്കൻഡ്. മീറ്റർ റേസ് ടു 1/2 പെർ സെക്കൻഡ്. അപ്പൊ ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, മീറ്റർ റേസ് ടു 1/2 പെർ സെക്കൻഡ്. നമ്മൾ ആൾറെഡി നമ്മൾ പറഞ്ഞതാണ്, കാരണം ബാക്കി എല്ലാ ഓപ്ഷൻസിന്റെ യൂണിറ്റ് ഏതിന്റെയൊക്കെ യൂണിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ടെക്നിക്കലി നമ്മൾ ഇങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്. So option D is the correct answer. Which of the following head loss is significant in a pipe flow? ഒരു പൈപ്പ് ഫ്ലോയില് താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഹെഡ് ലോസ് ആണ് സിഗ്നിഫിക്കന്റ് എന്നുള്ളതാണ് ചോദ്യം. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഗ്രാജുവൽ കോൺട്രാക്ഷൻ, ലോസ് ഓഫ് head due to friction, loss of head due to sudden enlargement, loss of head due to sudden contraction. In a pipe flow, head losses are classified as major loss, that is due to friction along the pipe length, and minor loss, that is due to fittings, bends, contractions, expansion, etc. നമ്മൾ പൈപ്പ് ഫ്ലോയില് ഹെഡ് ലോസിനെ നമ്മൾ മേജർ ആയിട്ട് രണ്ടായിട്ട് തരംതിരിക്കും. ഒന്ന് മേജർ ലോസും ഒന്ന് മൈനർ ലോസും. മേജർ ലോസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഹെഡ് ലോസ് ആണ്. അതേസമയം മൈനർ ലോസ് എന്ന് പറയുന്നത് പൈപ്പ് ഫിറ്റിംഗ്സ് കൊണ്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ ബെൻഡ് ആവാം, എൽബോ ആവാം, അതുപോലെ തന്നെ കോൺട്രാക്ഷൻസ് ആവാം, എക്സ്പാൻഷൻസ് ആവാം, പല രീതിയിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് കൊണ്ടുണ്ടാവുന്ന ലോസ് ആണ് മൈനർ ലോസ്. The dominant or most significant loss is usually the frictional loss. നമുക്കറിയാം HF is equal to 4FL V square divided by 2GD. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്, നമ്മളെല്ലാം ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. വേർ F is the friction factor, L is the length, V is the velocity, G is the acceleration due to gravity, and D is the diameter of the pipe. Head loss due to disturbances like bend, valve, entrances,
exit, expansions and contractions are minor losses. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെഡ് ലോസ് ഈസ് സിഗ്നിഫിക്കന്റ് ഇൻ എ പൈപ്പ് ഫ്ലോ. താഴെ തന്നിട്ടുള്ളതിൽ മേജർ ലോസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In fluid mechanics, the continuity equation is a mathematical statement embodying the principle of. Fluid mechanics ൽ continuity equation കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്നത് എന്ത് പ്രിൻസിപ്പിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. The continuity equation in fluid mechanics ensures that fluid is neither created nor destroyed during flow. ഫ്ലോയിനിടയ്ക്ക് ഫ്ലൂയിഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുമില്ല, ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുമില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെ. ഇവിടെ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് എം ഡോട്ട്, ഇവിടെ ഡോട്ട് ആണ്, എം ഡോട്ട് ഈസ് ഈക്വൽ ടു റോ എ വി ദാറ്റ് ഈസ് ഈക്വൽ ടു റോ വൺ എ വൺ വി വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ടു എ ടു വി ടു. ഫോർ ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലോ ആണ്. റോ വൺ എന്താണ്, റോ വൺ വിൽ ബി ഈക്വൽ ടു റോ ടു. സോ ദ അബോവ് ഇക്വേഷൻ വിൽ ബിക്കം A1 V1 is equal to A2 V2, that is Q is equal to area into velocity, that is the discharge or volume flow rate, that is equal to A1 V1 is equal to A2 V2. Okay, A എന്ന് പറയുന്നത് cross sectional area, V എന്ന് പറയുന്നത് velocity, Q എന്ന് പറയുന്നത് discharge. This means that if the cross sectional area of a pipe decreases, the velocity must increase to keep the mass flow rate or the volume flow rate is constant. Okay, അതായത് ഏരിയയിൽ വരുന്ന മാറ്റം എന്താണ്, വെലോസിറ്റിയിലും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാറ്റം വരുത്തും. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ പൈപ്പ് കുറയുവാണെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യണം. സോ ദാറ്റ് Q ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ ചോദ്യം ഫ്ലൂയിഡ് മെക്കാനിക്സിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെ, കൺസർവേഷൻ ഓഫ് മാസ്. ബാക്കിയൊന്നും suitable ആയിട്ടുള്ള ഓപ്ഷൻ അല്ല, കൺസർവേഷൻ ഓഫ് മൊമെന്റം അല്ല, കൺസർവേഷൻ ഓഫ് വെയിറ്റ് അല്ല, കൺസർവേഷൻ ഓഫ് എനർജി അല്ല. സോ കൺസർവേഷൻ ഓഫ് മാസ്, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.